രാജീവ് ചന്ദ്രശേഖർ ന്യൂസ് മലയാളത്തോട് പ്രതികരിക്കും. ഉണ്ടാവും, പിന്നെ ചാത്തന്നൂർ ഗോപകുമാർജി ഉണ്ടാവും, ഞാനും ഉണ്ടാവും. ഈ നാടിൻ്റെ വികസനത്തിന് വേണ്ടി, ജനങ്ങളുടെ പ്രശ്നങ്ങൾക്ക് വേണ്ടി ഞങ്ങൾ അവിടെ നന്നായി അധ്വാനിക്കും, പ്രവർത്തിക്കും എന്ന് ഞാൻ ഇന്ന് ഉറപ്പു തരാനും ആഗ്രഹിക്കുന്നു. കേരളത്തിൽ ഒരു ക്രിയാത്മക പ്രതിപക്ഷമായിരിക്കുമോ സഭയിൽ BJP? 100%. ഞങ്ങൾ കൺസ്ട്രക്റ്റീവ്, ഞങ്ങൾ എപ്പോൾ ചരിത്രത്തിൽ നോക്കിയാൽ അത് പാർലമെൻറ്റാണോ ഏത് സംസ്ഥാനത്തിൻ്റെ അസംബ്ലി ആണോ, BJPൻ്റെ റോൾ എപ്പോഴും BJP NDAൻ്റെ റോൾ കൺസ്ട്രക്റ്റീവ് ഓപ്പോസിഷനായിട്ടാണ് എപ്പോഴും. ഞങ്ങൾ രാഷ്ട്രീയം ചെയ്യുന്നത് ജനങ്ങൾക്ക് വേണ്ടിയിട്ടാണ്, ജനങ്ങളെ സേവിക്കാനാണ് ഞങ്ങൾ രാഷ്ട്രീയം ചെയ്യുന്നത്. അത് നാടിനെ നന്നാക്കാൻ, നാടിൻ്റെ ജനങ്ങളുടെ പ്രശ്നങ്ങൾ പരിഹരിക്കാനാണ് ഞങ്ങൾ രാഷ്ട്രീയം ചെയ്യുന്നത്. അപ്പോൾ കൺസ്ട്രക്റ്റീവ് ഓപ്പോസിഷനായിട്ട് ഞങ്ങൾ പ്രവർത്തിക്കും. അതുമാത്രമല്ല, ഇവിടെ കോൺഗ്രസ് അഴിമതി ചെയ്യാൻ ശ്രമിച്ചാൽ, കർണാടകയിൽ നടക്കുന്ന പോലെ, അല്ലെങ്കിൽ തെലങ്കാന നടക്കുന്ന പോലെ, ഹിമാചൽ പ്രദേശിൽ നടക്കുന്ന പോലെ, അല്ലെങ്കിൽ ജനങ്ങളെ ഉപദ്രവിക്കാൻ ശ്രമിച്ചാൽ, അല്ലെങ്കിൽ പീഡനം ചെയ്യാൻ ശ്രമിച്ചാൽ അത് ഞങ്ങൾ സമ്മതിക്കില്ല. അസംബ്ലിയിൽ ഉള്ളിലും പുറത്തും ഞങ്ങളത് നന്നായി അതിനെ പ്രതിഷേധിക്കും. ഞങ്ങൾ വേണ്ടത്ര കാര്യങ്ങളെല്ലാം ചെയ്യും. ഒരു വാച്ച് ഡോഗായിട്ട് ഈ 3 MLA-മാർ ജനങ്ങൾക്ക് വേണ്ടി, ജനങ്ങളുടെ അവകാശങ്ങൾക്ക് വേണ്ടി, ജനങ്ങളുടെ സ്വപ്നങ്ങൾക്ക് വേണ്ടി ഒരു വാച്ച് ഡോഗ് ഗ്രൂപ്പായിട്ട് ഞങ്ങൾ അവിടെ പ്രവർത്തിക്കും. ഈ മഞ്ചേശ്വരം പാലക്കാട് നമ്മൾ വിജയപ്രതീക്ഷ ഉണ്ടായിരുന്നു, അതിനെ എങ്ങനെയാണ് കാണുന്നത് അവിടുത്തെ? അല്ല, ഞങ്ങൾ വിജയപ്രതീക്ഷ, ഞങ്ങൾക്ക് ഒരു 12 സീറ്റ് മിനിമം ഉണ്ടായിരുന്നു. തിരുവല്ല, പാലക്കാട്, മഞ്ചേശ്വരം, കാസർഗോഡ്. നോക്കൂ, 3 സീറ്റ് ജയിച്ചു. 6-7 സീറ്റിൽ BJP NDA 2ാം സ്ഥാനത്തിലാണ്. കുന്നത്തനാട് അങ്ങനെ എത്ര സീറ്റുണ്ട്, ഞങ്ങൾ 2ാം സ്ഥാനത്താണ്. അപ്പോൾ ഇതിൽ ഒരു വലിയ മാറ്റം വന്നിട്ടുണ്ട്. ഇത് ഞാൻ കാണുന്നത് 2026 ഇലക്ഷൻ കാണുന്നത് ഈ CPMൻ്റെ ഫൈനൽ ചാപ്റ്ററും ഒരു CPM വികാരമുള്ളൊരു ഇലക്ഷനായിരുന്നു. അതിന് നല്ല ഗുണം കിട്ടിയത് പ്രതിപക്ഷ പാർട്ടി കോൺഗ്രസ്സിന് കിട്ടിയിട്ടുണ്ട്. ഞങ്ങൾക്ക് അത് ഞാൻ കാണുന്നത് ഇനി ഈ ഇലക്ഷൻ കഴിഞ്ഞിട്ട് CPM ത്രിപുരയും വെസ്റ്റ് ബംഗാൾ പോലെ തന്നെ ഒരു ഡിക്ലൈനിങ് പൊളിറ്റിക്കൽ ഫോഴ്സായിട്ട് മാറും. അവർക്കൊരു ഒറിജിനൽ ഐഡിയോളജി ഇല്ല, അവർക്കൊരു എക്കണോമിക് ഐഡിയോളജി ഇല്ല. ഒരു കഴിഞ്ഞ 10 കൊല്ലം അവരുടെ ഭരണശൈലിയും അവരുടെ പ്രവർത്തനം എല്ലാം കാണുമ്പോൾ ഒരു ടോട്ടൽ ഫെയിലിയർ ആണെന്ന് ജനങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ട്. 10 കൊല്ലം ഒരു ജീവിതകാലമാണ്. അത്ര ഒരു അവസരം കിട്ടിയിട്ടും നാടിനെ നശിപ്പിച്ചു, നാടിനെ കടത്തിൽ മുക്കി കൊണ്ടുവച്ച ഒരു പൊളിറ്റിക്കൽ ഐഡിയോളജിയാണ് മാർക്സിസം. അതിൻ്റെ കാലങ്ങൾ കഴിഞ്ഞു. ഇനി വരാൻ പോകുന്ന കാലത്തിൽ ഞാൻ ഇലക്ഷന് മുമ്പ് പറഞ്ഞതാണ്, 2 പോൾസ് ഉണ്ടാവും. ഒരു ബൈപോളർ പോളിറ്റിക്സ് ആയിരിക്കും കേരളത്തിൽ ജനങ്ങളുടെ മുമ്പിൽ ഉള്ളത്. ഒന്ന് NDA, അത് BJP 2020 BDJs മറ്റ് പുതിയ പാർട്ടീസ് വരുമ്പോൾ അവർ ചേർന്ന് വികസനം രാഷ്ട്രീയം ചെയ്യുന്ന ഒരു മുന്നണി. മറുവശത്ത് കോൺഗ്രസിൻ്റെ ലീഡർഷിപ്പിൽ കോൺഗ്രസ്, പിന്നെ CPMൻ്റെ എന്തായിരിക്കും ഒരു ഭാവിയിൽ അവരുടെ ഒരു ഫോർമും ഷേപ്പും എനിക്കറിയില്ല. പക്ഷേ അവരെല്ലാം ഒരുമിച്ച് ഒരു ലെഫ്റ്റിസ്റ്റ് ഐഡിയോളജി മുമ്പോട്ട് പോകുന്ന ഒരു മുന്നണി. ഇതായിരിക്കും കേരളത്തിൻ്റെ ഭാവി രാഷ്ട്രീയം. ഇതുപോലെ ആയിരിക്കും ഞാൻ ആദ്യം പറഞ്ഞു. അതാണ് ഞാൻ ഇന്നും കാണുന്നത്. 2024 രാജീവ് ചന്ദ്രശേഖരൻ എന്ന് പറയുന്ന ഒരു സ്ഥാനാർത്ഥി തിരുവനന്തപുരത്തേക്ക് വരുന്നു. മികച്ച പ്രകടനം, അതായത് 2ാമതേക്ക് എത്തുന്നു. 2025 BJP സംസ്ഥാന അധ്യക്ഷൻ എത്തുന്നു. തിരുവനന്തപുരം കോർപ്പറേഷനിൽ വിജയം, തൊട്ടു പിന്നാലെ കഴക്കൂട്ടം നിയമം. തിരുവനന്തപുരത്തെ ഒരു BJP ജില്ലയാക്കി മാറ്റാനുള്ള ഒരു വലിയ അങ്ങനെ ഒരു നേട്ടത്തിലേക്ക് പോകുന്നുണ്ടോ? ഈ അങ്ങനെ ഒരു നേട്ടത്തെ എങ്ങനെയാണ് കാണുന്നത്? അല്ല, നോക്കൂ, ഞാൻ ആദ്യമായിട്ട് ഓപ്പണായിട്ട് പറഞ്ഞ കാര്യമാണ്. എനിക്ക് 2024 35 ദിവസം കിട്ടി. എൻ്റെ ലീഡർഷിപ്പ് എന്നോട് പറഞ്ഞു മത്സരിക്കണം തിരുവനന്തപുരത്ത്. എനിക്ക് വലിയ അഭിമാനം ഉണ്ടായിരുന്നു. നമ്മുടെ നാടിൻ്റെ തലസ്ഥാനമാണ്. മത്സരിച്ചു, പക്ഷേ സമയം കിട്ടിയില്ല. അതുകൊണ്ട് ഞാൻ അവിടെ ജയിച്ചില്ല. അത് കഴിഞ്ഞിട്ട് ഞാൻ അന്ന് തീരുമാനിച്ചാണ്, ഞാൻ ഇവിടുത്തെ വികസനമില്ലായ്മയും ഇവിടുത്തെ 4 തവണ ഒരു MP ഒന്നും ചെയ്യാണ്ട് ഇരിക്കുന്ന, പിന്നെ MLA-മാരൊന്നും ചെയ്യുന്നില്ല, കോർപ്പറേഷൻ ലെഫ്റ്റ് ഭരിക്കുന്നു, ഒന്നും ചെയ്യുന്നില്ല, ജനങ്ങൾ പ്രശ്നങ്ങളൊന്നും പരിഹരിക്കുന്നില്ല. അതപ്പോൾ കണ്ട് എനിക്ക് ഒരു വാശി ഉണ്ടായിരുന്നു, ഇവിടെ ഒരു മാറ്റം കൊണ്ടുവരണം. അത് കഴിഞ്ഞിട്ടാണ് എനിക്കൊരു അവസരം കിട്ടിയത് സംസ്ഥാന പ്രസിഡൻ്റ് ആവാൻ. അത് കഴിഞ്ഞിട്ട് നമ്മളുടെ പാർട്ടീൻ്റെ ഒപ്പം നമ്മൾ പ്രവർത്തിച്ച് കോർപ്പറേഷൻ ജനങ്ങൾ ഒരു അവസരം തന്നു കോർപ്പറേഷൻ ഭരിക്കാൻ. അത് കഴിഞ്ഞിട്ട് ഇനിയിപ്പോൾ 2 MLA-മാരായി തിരുവനന്തപുരം കോർപ്പറേഷനിൽ. അത് ഒരു നെക്സ്റ്റ് സ്റ്റെപ്പാണ്.
ഇനി വരാൻ പോകുന്ന കാലത്ത് അതും വർദ്ധിക്കുമെന്നാണ് എൻ്റെ ഒരു അഭിപ്രായവും. കേരളം ഭരിക്കും BJP. അതിൽ ഞാൻ ഇവിടെ എനിക്ക് ഈ റെസ്പോൺസിബിലിറ്റി കിട്ടിയ ദിവസം പറഞ്ഞതാണ്, ഞാൻ അത് പൂർത്തീകരിക്കുന്നവരെ ഇവിടെ തന്നെ ഉണ്ടാവും. അതാണ് നമ്മുടെ ലക്ഷ്യം, ഞങ്ങളുടെ ദൗത്യം. വികസിത കേരളം സൃഷ്ടിക്കണം. വികസിത കേരളം സൃഷ്ടിക്കാൻ BJP NDA ഭരണത്തിൽ വരണം. കാരണം നമുക്ക് മാത്രമേ കഴിഞ്ഞ 12 കൊല്ലം നരേന്ദ്രമോദിജി കാണിച്ചു കൊടുത്ത കാര്യങ്ങൾ ചെയ്യാനും ഇവിടെ നടപ്പിലാക്കാൻ BJP NDAക്ക് മാത്രമേ സാധിക്കുള്ളൂ. അപ്പോൾ വികസിത കേരളം എന്നൊരു സ്വപ്നം യാഥാർത്ഥ്യമാക്കാൻ BJPക്ക് ഭരണത്തിൽ വരണം. അത് ഭരണത്തിൽ കൊണ്ടുവരാൻ ഞാൻ വരാൻ പോകുന്ന കാലത്തിൽ അധ്വാനിക്കും, പ്രവർത്തിക്കും എന്ന് ഒരു ഉറപ്പ് ആർക്കും ഇതിൽ ഒരു അഭിപ്രായ വ്യത്യാസം ഉണ്ടാവാൻ പാടില്ല. വികസനമാണ് രാജീവ് ചന്ദ്രശേഖരൻ എല്ലാ കാലത്തും. അപ്പോൾ ഈ വികസനം മാത്രം പറഞ്ഞാൽ BJP വോട്ടുകൾ കിട്ടില്ല, അങ്ങനെയൊക്കെയുള്ള ഇപ്പോൾ TP സെൻകുമാർ അടക്കമുള്ളവർ അങ്ങനെയൊക്കെ പറയും, നമ്മൾ കേട്ടിരുന്നു. അപ്പോൾ അങ്ങനെയുള്ള വിമർശനങ്ങൾ, കാരണം കുറച്ചുകൂടെ വർഗീയത പറയണം അല്ലെങ്കിൽ കുറച്ച് തീവ്രത പറയണം എന്നുള്ള ആശയങ്ങൾ എങ്ങനെയാണ്? എല്ലാവർക്കും അഭിപ്രായമുണ്ട്. എല്ലാവരും നമ്മൾ ജനാധിപത്യമാണല്ലോ. 140 കോടി ജനങ്ങൾക്ക് 200 കോടി അഭിപ്രായം ഉണ്ടാവാൻ അവകാശമുണ്ട്. അതെല്ലാം ഓക്കെ. പക്ഷേ ഞാൻ പഠിച്ച രാഷ്ട്രീയം നരേന്ദ്രമോദിജി ഇന്ന് പഠിച്ചതാണ്, അടൽ ബിഹാരി വാജ്പേയി ഇന്ന് പഠിച്ചതാണ്, അഡ്വാണിജി ഇന്ന് പഠിച്ചതാണ്. അവരെല്ലാം എന്നെ പഠിപ്പിച്ചത് വികസന രാഷ്ട്രീയമാണ്. ജനങ്ങളെ പ്രശ്നങ്ങൾ പരിഹരിക്കുന്ന രാഷ്ട്രീയക്കാരാണ് സക്സസ്ഫുൾ ആവുന്നത്. ഇത് പഠിച്ചിട്ടാണ് ഞാൻ രാഷ്ട്രീയക്കാരനായത്. 20 കൊല്ലമായി ആ രാഷ്ട്രീയം ചെയ്യുന്ന ഒരു വ്യക്തിയാണ്. ഒരു അപ്രോക്സിമേറ്റ്ലി സക്സസ്ഫുൾ കരിയറാണ് എൻ്റെ രാഷ്ട്രീയ കരിയർ. അപ്പോൾ ഇന്ന് വേറെ ആൾക്കാർ അഭിപ്രായം കേൾക്കുമ്പോൾ എനിക്ക് അതിൽ മാറ്റം കൊണ്ടുവരാൻ എനിക്ക് താല്പര്യമില്ല. ഞാൻ ഈ വികസിത കേരളം എന്ന ലക്ഷ്യം മുമ്പോട്ട് വെച്ചിട്ട് മുമ്പോട്ട് പോകും. ഈ പാർട്ടി മുമ്പോട്ട് പോകും. ഈ ക്രിസ്ത്യൻ ഔട്ട്റീച്ച് പാളിപ്പോയിട്ടുള്ള വിമർശനങ്ങൾ എങ്ങനെയാണ് കാണുന്നത്? എങ്ങനെയാണത്? നമ്മൾ തിരുവല്ല, പാല, പൂഞ്ഞാറ്, കുന്നത്തനാട് എത്ര വോട്ട് ക്രിസ്ത്യൻസും എല്ലാവരും ഞങ്ങൾക്ക് വോട്ട് കിട്ടിയിട്ടുണ്ടല്ലോ, വോട്ട് തന്നിട്ടുണ്ടല്ലോ. പിന്നെ മുസ്ലിംസും വോട്ട് തന്നിട്ടുണ്ട്. അപ്പോൾ ഞാൻ അങ്ങനെയൊന്നും കാണുന്നില്ല. പിന്നെ ഞങ്ങൾ നുണ പറഞ്ഞ് FCRAൻ്റെ പേരിൽ നുണ പറഞ്ഞ് വോട്ട് വാങ്ങുന്ന പാർട്ടിയല്ല. അത് ഞങ്ങൾ ചെയ്യാൻ താല്പര്യമില്ല. അങ്ങനത്തെ വോട്ട് ഞങ്ങൾക്ക് ആവശ്യമില്ല. ഞങ്ങൾ ചെയ്യുന്നത് ഞങ്ങളൊരു കാഴ്ചപ്പാട് മുമ്പോട്ട് വെച്ച് എല്ലാവരുടെ ഒപ്പം എല്ലാവർക്കും വേണ്ടി പ്രവർത്തിക്കാൻ തയ്യാറാണ് BJP NDA. അത് മുമ്പോട്ട് വെച്ച് നമുക്ക് കിട്ടുന്ന വോട്ട് ഞങ്ങൾ കിട്ടും. ബാക്കി നോക്കൂ, FCRനെ കുറിച്ച് നുണ പറഞ്ഞ് ക്രിസ്ത്യൻ വോട്ടും പിന്നെ ഞങ്ങൾ വർഗീയവാദിയാണെന്നും എന്നും പറഞ്ഞ് മുസ്ലിം വോട്ട് പിടിച്ച് ഓടി നടക്കുന്ന കോൺഗ്രസ് പാർട്ടി ഉണ്ട്. അത് അവർ ചെയ്യട്ടെ. അവസാനമായ ഒരു ചോദ്യം കൂടെ, താങ്കളുടെ മലയാളം, അപ്പോൾ ഈ അങ്ങനെ ഒരു മുറി മലയാളം അല്ലെങ്കിൽ മുറി ഇംഗ്ലീഷ് എന്നുള്ള ശൈലി അത് നിയമസഭയിലേക്ക് എത്തുമ്പോൾ അതിനെങ്ങനെയാണ്? അല്ല, അത് നോക്ക്, ഞാനിപ്പോൾ നിയമസഭയിൽ പോകുമ്പോൾ രാജീവ് ചന്ദ്രശേഖരൊന്നും മാറാൻ പോകുന്നില്ല. ഞാൻ അവിടെ രാഷ്ട്രീയം മാറ്റാനാണ് വന്നിരിക്കുന്നത്. അപ്പോൾ ഞാൻ പറഞ്ഞത് മനസ്സിലാവുന്നില്ലെങ്കിൽ അവർ ഗൂഗിൾ ട്രാൻസ്ലേറ്റ് ഉപയോഗിച്ചിട്ട് മനസ്സിലാക്കുക. എനിക്ക് വേറെ ഒന്നും പറയാനില്ല. ഞാനൊന്നും മാറാനൊന്നും പോകുന്നില്ല. ഞാൻ സിൻസിയറായിട്ട് അവിടെ പോയിട്ട് പ്രവർത്തിക്കാൻ എനിക്ക് ജനങ്ങൾ അവസരം തന്നിട്ടുണ്ട്. നിയമങ്ങൾ ജനങ്ങളെ സേവിക്കാൻ ഒരു അവസരം തന്നിട്ട് അത് ഞാൻ ചെയ്യും 100%. എൻ്റെ മുണ്ടോ എൻ്റെ മലയാളമോ ഞാൻ ഊണോ അതിനെക്കുറിച്ച് ചർച്ച ചെയ്യാൻ സമയമുള്ള രാഷ്ട്രീയക്കാർ അത് ചെയ്യട്ടെ. അവരുടെ പണി അതായിരിക്കും. എനിക്ക് വേറെ പണി ചെയ്യാണ്ട് അത് ഞാൻ ചെയ്യും. ഏതായിരുന്നാലും BJPക്ക് വളരെ ക്രിയാത്മകമായ ഒരു പ്രതിപക്ഷമായി കേരളത്തിൽ വരാൻ കഴിയട്ടെ എന്ന് ആശംസിക്കുന്നു. എല്ലാവിധ ആശംസകളും നേരുന്നു. ഏതായാലും BJP സംസ്ഥാന അധ്യക്ഷൻ രാജീവ് ചന്ദ്രശേഖർ നിയമത്ത് വിജയിച്ച ശേഷം ന്യൂസ് മലയാളവുമായി സംസാരിക്കുകയായിരുന്നു. വളരെ കൃത്യമായ രാഷ്ട്രീയം, വികസന രാഷ്ട്രീയം പറഞ്ഞുകൊണ്ട് കേരളത്തിൽ BJPക്ക് ഒരു നാൾ ഭരണം പിടിക്കാൻ കഴിയുമെന്നുള്ള ആത്മവിശ്വാസമാണ് അദ്ദേഹം നമ്മളോട് പങ്കുവച്ചത്. ക്യാമറാമാൻ രതീഷ് കട്ടേലയ്ക്കൊപ്പം VS അനു, ന്യൂസ് മലയാളം.